ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ആദ്യമായിട്ട് ആരവം വെള്ളമുണ്ടയുടെ ഫുട്ബോൾ പ്രേമികളോട് SFAയുടെ ആത്മാർത്ഥമായ ക്ഷമ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരു കായിക വിനോദമെന്ന ഫുട്ബോൾ എന്ന വലിയ മാമാങ്കത്തിന്റെ ആഗ്രഹിച്ച് ടിക്കറ്റ് എടുത്ത് കളി കാണാൻ വരുന്നവർക്ക് നല്ല കളി കാഴ്ചവെക്കാനാണ് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ എന്നും ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള വെള്ളമുണ്ട ആരവം കമ്മിറ്റിയും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഇത്തരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ദീർഘമായി ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയത്ത് കളയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ എന്ന് വെച്ചാൽ വ്യത്യസ്തങ്ങളായ 70ഓളം ടൂർണമെന്റ് കമ്മിറ്റികളും 32ഓളം ടീമുകളും ഉൾപ്പെടുന്ന ഒരു അസോസിയേഷനാണ്. ഇതിനൊരു വ്യക്തമായ ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ടൂർണമെന്റുകൾ പോകുന്നത്. ഈ വെള്ളമുണ്ട ടൂർണമെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത് കോഴിക്കോട് മേഖലയിലെ മാന്യ സുഹൃത്തുക്കളെന്ന് കേൾക്കണം. കോഴിക്കോട് മേഖലയിലെ ഒരു ടൂർണമെന്റ് കമ്മിറ്റിയാണ്. മറ്റ് ഇതര ടൂർണമെന്റുകളിൽ ടീമുകൾ കളിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും കളിക്കുന്നത്. ഈ വെള്ളമുണ്ടക്ക് മാത്രം പ്രത്യേകമായ നിയമങ്ങളില്ല എന്ന് എന്റെ വിനയപൂർണ്ണമുള്ള കാണികൾ മനസ്സിലാക്കുക. ഇവിടെ വ്യക്തമായ വേറെ നിയമമില്ല, എല്ലാവർക്കും ഒറ്റ നിയമമുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കഴിഞ്ഞ ദിവസമുണ്ടായ കളിയിൽ അതിന് മുമ്പ് എല്ലാ കളിയിലും വളരെ രീതിയിൽ കളിയിൽ പോയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ കളിയിൽ അമ്പയറിംഗ് ചെയ്ത റഫറി അദ്ദേഹത്തിന്റെ കൈപ്പിഴ കൊണ്ട് 5-10 മിനിറ്റ് സമയം നേരത്തെ വിസിൽ ഊതിയത് കാരണം വിലപ്പെട്ട ടിക്കറ്റ് എടുത്ത കാണികൾക്ക് നല്ല ഫുട്ബോൾ മത്സരം കാണാൻ കഴിയാതെ പോയി എന്ന കാര്യത്തിൽ SFAക്ക് അതിയായ ഖേദമുണ്ട്. ആ ഖേദം നിങ്ങൾ അറിയിക്കാൻ മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. എന്നാൽ ആ വിഷയത്തിൽ ഇവിടെയുള്ള കാണികളുടെ പ്രശ്നത്തെ പഠിച്ചുകൊണ്ട് ഇവിടെയുള്ള കാണികളുടെ വിഷമം അറിയിക്കുന്നതിന് വേണ്ടി SFA സ്റ്റേറ്റ് കമ്മിറ്റി കൂടണമെന്നും വിഷയം പരിഹരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വെള്ളമുണ്ട ടൂർണമെന്റ് കമ്മിറ്റി ഞങ്ങളെ സമീപിക്കുകയും വെള്ളമുണ്ട ടൂർണമെന്റ് കമ്മിറ്റി ആരവം കമ്മിറ്റി നമ്മളെ സമീപിക്കുകയും അതിനുവേണ്ടി പലതവണ നമ്മളെ വിളിച്ചപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ 11 മണിക്ക് കോഴിക്കോട് ഹോട്ടലിൽ വെച്ച് SFAയുടെ മുഴുവൻ സംസ്ഥാന ഭാരവാഹികളും അംഗങ്ങളും അടങ്ങിയ യോഗം ചേരുകയും പ്രസ്തുത യോഗത്തിലേക്ക് ഇവിടുന്ന് 8-10 പേർ വെള്ളമുണ്ടയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും പ്രസ്തുത യോഗത്തിൽ വെച്ച് SFAയുടെ ബയലോ അവരെ വായിച്ച് കേൾപ്പിക്കുകയും അതിൽ റഫറിയുടെ ഭാഗത്തു നിന്ന് തെറ്റായതുകൊണ്ട് തന്നെ റഫറിക്ക് ആദ്യഘട്ടത്തിൽ 1 മാസത്തെ പണിഷ്മെന്റായി അദ്ദേഹത്തെ മുഴുവൻ ടൂർണമെന്റുകളിൽ മാറ്റിയിട്ടുണ്ട്. തുടർന്ന് ഇവിടെ ഉണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ച് വീഡിയോ ദൃശ്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച് അതിന് വ്യക്തമായ തുടർ നടപടികൾ റഫറിക്കെതിരെ എടുക്കുന്നതാണെന്ന് വിനയപൂർവ്വം ഈ കാണികളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ വെള്ളമുണ്ട ആരവം കമ്മിറ്റി എന്ന പ്രത്യേകത മറ്റ് ഇതര മേഖലയിൽ കോഴിക്കോട് മേഖലയിൽ തന്നെ ഇത്രയും ആരവം ഉണ്ടാക്കുന്ന കാണികളുള്ള ഒരു ടൂർണമെന്റ് വേറെയില്ല എന്നും SFAക്ക് അതിൽ അഭിമാനമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ ഒരു വിഷയത്തിൽ ശ്രമിച്ചുകൊണ്ട് ഈ ടൂർണമെന്റ് പ്രത്യേകിച്ച് ഈ ടൂർണമെന്റ് ഒരു പ്രത്യേകത പാലസ്തീൻ ഐക്യദാർഢ്യവും അതേപോലെ തന്നെ ഇവിടെയുള്ള ഡയാലിസിസ് രോഗികളെ സംരക്ഷിക്കാനും ജീവകാരുണ്യ പ്രവർത്തനത്തിനും എന്നും ഈ നാടും നാട്ടുകാരും ഈ കായിക പ്രേമികളും മുൻപന്തിയിലുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ശിരസ നമിച്ചുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങി ടൂർണമെന്റ് ഭംഗിയായി പര്യവസാനിക്കാനുള്ള എല്ലാ സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് വിനയപൂർവ്വം നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് SFA, ജയ് ആരവം. പ്രിയപ്പെട്ട SFA